അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മടവൂരിനെ പടച്ചോനാക്കാൻ ഞങ്ങൾക്കൊരു പേടിയില്ലടോ എന്ന് പറയുന്ന ഒരു വൈറൽ പ്രസംഗം ഒരു കള്ളത്തരീക്കത്തുകാരൻ ഹിദായത്തിൽ നിന്ന് പിഴച്ചു പോയ ആൾ പ്രസംഗിക്കുന്നത് നമ്മളൊക്കെ ആകെ വൈറലായി നിൽക്കുകയാണ്. ഞാൻ അതല്ല പറയാൻ പോണത്. അത് ഹിദായത്തില്ലാത്തൊരു വിഭാഗം അള്ളാഹുത്താല തീരുമാനിക്കണമല്ലോ. നമുക്കൊന്നും ഒരു കഴിവില്ലല്ലോ. എല്ലാ കഴിവിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കാത്തൊരു വിഭാഗം അങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ അള്ളാഹുവിനെ കളിയാക്കിയിട്ട് അങ്ങനത്തെ പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന കുറേ കുഞ്ഞാടുകളും കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ വിഷയം എവിടെയെന്നറിയോ? ഇത് കേട്ടിട്ട് ഈമാൻ കുറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. അവർ മടവൂർ CM വലിയുള്ളാഹിയെ എന്തൊക്കെയോ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുജാഹിദല്ല, സുന്നികൾ തന്നെ. കാരണം അവരുടെ ഇടയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇവർ സൃഷ്ടിക്കുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം അതാണ്. CM വലിയുള്ളാഹി, AP ഉസ്താദും ഉള്ളാൾ തങ്ങൾ പാപ്പയുടെയും പിന്നിലായിരുന്നു. അവരെ പിന്നിൽ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യം ഇവർ ബഹുമാനിച്ച് തകർത്തുകയാണ്. ഓവർ ബഹുമാനം കൊടുത്തുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്ന CM വലിയുള്ളാഹി തങ്ങളുടെ കുരുത്തക്കേട് തെറ്റിയ ഒരു വിഭാഗം ആണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ല. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ ഈമാൻ കുറഞ്ഞ, വിശ്വാസത്തിൽ പന്തികേട് സംഭവിക്കുന്ന, അധികം വിവരമൊന്നുമില്ലാത്ത ആളുകൾ പലതും തെറ്റിദ്ധരിച്ചു പോകുന്നുണ്ട്. ഒരാൾക്കും ഒരു കഴിവുമില്ല. ഇതാദ്യം നമ്മൾ ഉറപ്പിച്ച് വിശ്വസിക്കണം. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. ലോകരക്ഷിതാവായ റബ്ബിനല്ലാതെ ഈ ലോകത്താർക്കും ഒരു കഴിവുമില്ല. അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവും എനിക്കുമില്ല, ലോകത്തൊരു ഒലിയനില്ല, സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഇല്ല. ഇതാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ്. പടച്ചോരെന്ന് പറയാൻ, സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ റബ്ബ് മാത്രമാണ്. ഈ ലോകത്തെ മൊത്തം സൃഷ്ടിച്ച, ഈ അണ്ടക്കടാഹങ്ങളൊക്കെ പടച്ച ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റുള്ളവരെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അള്ളാഹു അല്ലാത്ത എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. മലക്കുകളാവട്ടെ, ജിന്നുകളാവട്ടെ, മനുഷ്യരാവട്ടെ, ഈ ഭൂലോകത്തിലെ അണ്ടക്കടാഹങ്ങൾ, സൂര്യൻ, ശുക്രൻ, ചന്ദ്രൻ, ബുധൻ, വേഴം, എല്ലാം, അർശ്, കുർശി, ലൗഹ്, കലമ്, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഈ ദുനിയാവ്, ലോകം എല്ലാം. ഇത് അചഞ്ചലമായ ഒരു മുസ്ലിമിൻ്റെ അചഞ്ചലമായ വിശ്വാസമാണ്. ഈ വിശ്വാസത്തെ പന്തികേട് സംഭവിപ്പിച്ച് ജനങ്ങളിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെടുത്താൻ ഗൂഢമായ ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയാണ്. അങ്ങനെ ജനങ്ങളുടെ കൽബിൽ നിന്ന് ഈമാൻ മാറ്റിവെച്ചിട്ട് അവരെ ഒന്നുമല്ലാത്ത ആളുകളാക്കി മാറ്റിവെക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമം നടത്തുന്ന കള്ളത്തൊരീക്കത്തുകാർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ ഈമാൻ തകർക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കൽ തന്നെ ഹറാമാണ്. കാരണം ഇസ്ലാമിക വിരുദ്ധവും കുഫ്രിയത്തും നിറഞ്ഞ പ്രസംഗങ്ങൾ, ആലിമീങ്ങളെ തെറി പറയുന്ന പ്രസംഗങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ AP ഉസ്താദായാലും പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, ഇന്ന് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തന രംഗത്തെ കെഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു പണ്ഡിതനാണെന്ന്, ഉഖ്റവിയാർ പണ്ഡിതനെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. കാരണം ഉഖ്റവിയ പണ്ഡിതന്മാർക്ക് എപ്പോഴും ആക്ഷേപം നല്ല കൂടും. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ ഉസ്താദിനെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പിൻഗാമി, അതിൻ്റെ പ്രധാന ശിഷ്യനാണല്ലോ പേരോട് ഉസ്താദ്. അപ്പോൾ അതങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക നല്ലതാണ്. അദ്ദേഹത്തിന് പാവങ്ങൾ പൊറുക്കാൻ അദ്ദേഹത്തിൻ്റെ ആഖിറമാകുന്ന അക്കൗണ്ടിലേക്ക് കൂടുതൽ കൂടുതൽ ഫലം കിട്ടാനും വേണ്ടി ഇല്ലാത്ത കെട്ടുകഥകൾ പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിൻ്റെ ഊടും നിലവും നിലനിർത്തിയ ആളുകൾ. ആ പേരോട് ഉസ്താദിൽ നിന്ന് സുന്നത്ത് ജമാഅത്ത് കേട്ട് പഠിച്ചിട്ടാണ് ഇവരൊക്കെ ആദ്യം സുന്നത്ത് ജമാഅത്ത് പറഞ്ഞിരുന്നത്. ഇവർക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തത് AP ഉസ്താദാണ്. അതുപോലെ തന്നെ പേരോട് ഉസ്താദാണ്.
ഈ പേരോട് ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടായിരുന്നു ഈ നൗഷാദിനെ പോലുള്ള ആളുകൾ അന്ന് പണ്ട് സുന്നത്ത് ജമാഅത്തിന് പ്രസംഗിച്ചിരുന്നതും. അല്ലാതെ അവർക്ക് സ്വന്തം ഒരു കഴിവുണ്ടായിട്ടൊന്നുമല്ല, അവർക്കത്ര ആ വിവരമില്ല. ഇപ്പോൾ ഉള്ള വിവരം കൂടി നഷ്ടപ്പെട്ടു പോയി. കാരണം ഹിദായത്ത് നഷ്ടപ്പെടുമ്പോൾ കുരുത്തക്കേട് സംഭവിക്കുമ്പോൾ അതൊക്കെ സംഭവിക്കും, സ്വാഭാവികമാണ്. അല്ലാഹു തആല അങ്ങനത്തെ അപകടങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു മുറാഅത്തുല്ലാദാബി ഔലാമിനൽ അഹ്കാം, ശറയ്യായ ഹുക്കുമുകളെക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് അദബിനാണ്, അച്ചടക്കത്തിനാണ്. അദബ് വലിയ വിഷയമാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുടെ ഭാഗത്തായി ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പോയപ്പോൾ സുബൈക്ക് കുനൂത്ത് ഓതിയിലാണ്. എന്താണ്? അദബല്ലി അബൂ ഹനീഫ. എന്താണല്ലേ അബൂ ഹനീഫ ഇമാമിനോടുള്ള അദബ് പാലിച്ചിട്ട് അവിടുന്ന് കുനൂത്ത് ഓതിയില്ല എന്ന് പറയുമ്പോൾ അദബിന് വലിയ സ്ഥാനമുണ്ട്. ആ അദബുകളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. ഉസ്താദുമാരെയും ആലിമീങ്ങളെയും ഒക്കെ തെറി പറയാൻ വേണ്ടി സ്റ്റേജിൽ കെട്ടിയിട്ട് അതാണ് സൂഫിസം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ലോകത്ത് മടവൂരിനല്ല ഒരാൾക്കും ഒരു കഴിവുമില്ല. മടവൂർ CM വലിയുള്ളാഹി ഒരു വലിയായിരുന്നു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ തന്നെ മജ്ദൂബായിരുന്നു. പലപ്പോഴും മൂപ്പൻ്റെ വീട്ടിലാണ് കടന്നിരുന്നത് കോഴിക്കോട്. അപ്പോൾ ഞാനൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും വാതിലടഞ്ഞ് കിടക്കുമ്പോൾ ജദുബിൻ്റെ ഹാലിലാണ് ഇപ്പോൾ തുറക്കൂല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ജദുബിൻ്റെ ഹാലുണ്ടാകും. അതൊക്കെ സ്വാഭാവികമാണ്. ജദുബിൻ്റെ ഹാലെന്ന് പറയുന്നത് ഒരാളുടെ മോശമല്ല, അവരുടെ ഉയർച്ചയാണ്. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ മാനസികമായ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് ജദുബിൻ്റെ ഹാലുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് കേട്ടപ്പോൾ ഉമർ ഖത്താബിന് ആകെ പ്രശ്നമായി. വാളെടുത്തിട്ട് മദീന ടൗണിലൂടെ നടന്നില്ലേ. റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞാൽ തല ഞാൻ എടുക്കുന്നു. ഇഷ്ക് കൊണ്ട്, സ്നേഹം കൊണ്ട് അള്ളാഹുവിലേക്ക് ലയിച്ച് റസൂലുള്ളാഹിലേക്ക് ലയിച്ചങ്ങ് ചേർന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഫാത്തായി എന്ന് മനസ്സ് സമ്മതിക്കാൻ അവർക്ക് കഴിയണില്ല. പ്രത്യേകമൊരവസ്ഥ. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരെ നിയന്ത്രിച്ചു. നല്ലൊരു പ്രഭാഷണമൊക്കെ നടത്തി എല്ലാവരും ഒതുക്കിയിരുത്തി. അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ്. ജദുബിൻ്റെ ഹാല് പറഞ്ഞാൽ ഭ്രാന്തല്ല, ഇസ്ലാമിക ഭ്രാന്ത് എന്ന് പറയാം. അള്ളാഹുവിലേക്ക് ലയിച്ചെടുക്കുമ്പോൾ വോൾട്ടേജ് താങ്ങാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥക്കാണ് ജദുബ് എന്ന് പറയാം. അതിച്ചിട്ട് അവർ വിലായത്തിന് യാതൊരു കുറവില്ല, വലിയ മഹാനായിരുന്നു. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ മഹാനവറുകളെ കണ്ട് പരിചയമുള്ള, പലപ്പോഴും കാണാൻ ഭാഗ്യം കിട്ടിയൊരു വ്യക്തി എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. CM വലിയുള്ളാനെ കണ്ടിട്ടില്ല, CM വലിയുള്ളായിട്ടൊരു ബന്ധമില്ലാത്ത ആളുകളാണ് ഇപ്പോൾ CM വലിയുള്ളാൻ്റെ വലിയ പവറും പറഞ്ഞ് നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാരും CM വലിയുള്ളാഹി മഹാനവറുകളെ തെറ്റിദ്ധരിക്കരുത്. അവർ മഹാനായിരുന്നു. അവരുടെ പേരിൽ ഫാത്തിഹ ഓതുക, യാസീനോ ദുആ ചെയ്യുക. ഇതുപോലുള്ള കള്ളത്തെരീക്കത്തുകാരെന്തെങ്കിലും പറയണത് കേട്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകരുത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ CM വലിയുള്ളാഹി അടക്കം ലോകത്തുള്ള ആർക്കും ഒരു കഴിവും ഇല്ല. അഹ്ലുക്കുലക്കും മിന ത്വീനിക്ക് ഐഹത്തി ത്വൈരി എന്നൊക്കെ പറയണത് ഞാൻ സൃഷ്ടിക്കുന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ പറയണത് വാക്കാണ്, ആപേക്ഷികമാണ്. അപ്പം എനിക്ക് ജീവനുണ്ട്, ഞാൻ ഹയ്യാണ്, അള്ളാഹു ഹയ്യാണ്, ഞാൻ കേൾവിക്കാരനാണ്, ഞാൻ കേൾക്കുന്നവനാണ്, അള്ളാഹും കേൾക്കുന്നവനാണ്. ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാം ഒന്നാക്കി വെക്കാൻ പാടുണ്ടോ? വലിയ തെറ്റല്ലേ? ഞാൻ കാണുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്. പക്ഷെ എൻ്റെ കാഴ്ചക്കും എൻ്റെ കേൾവിക്കും എൻ്റെ സംസാരത്തിനും എല്ലാത്തിനും പരിധിയുണ്ട്. അള്ളാഹുവിന് പരിധിയില്ല. ഇതൊക്കെ അള്ളാഹു എനിക്ക് തന്നതുകൊണ്ടാണ് എനിക്ക് കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയുന്നത്. അള്ളാഹു തന്നില്ലെങ്കിൽ ഒരാളോടും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ എനിക്കുണ്ടാവില്ല. ഈ ഒരു വിശ്വാസദാർഢ്യത നിലനിർത്താതെ എന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. അടിത്തറ നഷ്ടപ്പെട്ടു പോയി കള്ളത്തരീക്കത്തുകാർക്ക്, അടിത്തറ നഷ്ടപ്പെട്ടു പോയി മുജാഹിദുകൾക്ക്, ജമാഅത്തെ ഇസ്ലാമികൾക്ക്. ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാത്തതാണ് പ്രശ്നം. ഫൗണ്ടേഷൻ കേടുവന്നപ്പോൾ പലതും ആയിപ്പോയി. ആ ഫൗണ്ടേഷൻ ക്ലിയർ അല്ലാതെ എന്ത് ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല, എന്ത് ദിക്ർ ചൊല്ലിയിട്ടും കാര്യമില്ല, എന്ത് പ്രസംഗിച്ചിട്ടും കാര്യമില്ല. ഫൗണ്ടേഷനാണ് പ്രധാന വിഷയം. അടിത്തറ
ഉറപ്പിക്കാതെ ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന ആ ഷിർക്ക് എന്ന എല്ലാ പാപം അല്ല പുറത്തു തരും. പക്ഷെ ഷിർക്ക് അല്ല പൊറുക്കൂല. അള്ളാഹുവിന് പങ്ക് ചേർക്കാൻ പറ്റൂല. സംഗതി മടവൂരാനാ പഠിച്ചോൻ ഞങ്ങൾക്ക് പറയണത് ഞങ്ങൾക്ക് പ്രശ്നമില്ലെന്ന്, മടവൂരാനോ പഠിച്ചോനാണ് എന്നൊക്കെ പാടുന്നതും നിസ്സാര വിഷയമൊന്നുമല്ല. തപ്പാഒരു കിനായത്തോ അല്ലെങ്കിൽ വേറെന്തേ ഉദ്ദേശം വെച്ച് പറയാൻ പോലും പാടില്ലാത്ത വാക്കുകളാണത്. അതിനിഞ്ഞ് ന്യായീകരണം ഉണ്ടാക്കിയിട്ട് നിങ്ങളെന്നും പാടിക്കോളി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു പോയ ആലിമ്യങ്ങളൊന്നുമല്ല മശായിഹന്മാർ. ഇപ്പോൾ ഉള്ള കള്ളത്തെരീക്കത്തുകാരും കള്ളന്മാർ, വായെടുത്ത കളവ് പറയുന്ന, അതുപോലെ തന്നെ 24 മണിക്കൂറും ചെയിൻ സ്മോക്കറായ ഇവരൊക്കെയാണ് വലിയ തെരീക്കത്തുകാർ, വലിയ മശായിഹന്മാർ. അതുപോലെ സിനിമാ നടന്മാർ, ഇവരൊക്കെയാണ് അതിൻ്റെ ആളുകൾ. ഇവരൊക്കെയാണ് ഇപ്പം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. നഊദുബില്ല. മറ്റൊരൊക്കെ പോക്ക, എല്ലാം മോശ. സി.എം. വലിയുള്ള ഏതായാലും ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം സി.എം. വലിയുള്ളാൻ അറിയുന്നവർക്കറിയാം. കാരണം ദീനിന് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി, പരിശുദ്ധമായ മുത്ത് ഹബീബ് റസൂലുള്ളാഹി തങ്ങളോടുള്ള ഇഷ്ക് കൊണ്ട് ജീവിച്ച മഹാനവറുകളാണ് അവർ. അവരെടുക്കുന്ന അള്ളാഹുവിനെതിരെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കുരുത്തക്കേട് ചില്ലറൊന്നുമല്ല, ബമ്പം തട്ടിപ്പോവും, യാതൊരു സംശയമില്ല. അവസാനം ആക്കിബത്ത് മോശമാണ്. നല്ല മന്നറാദ സൂൽ ഖാത്തിമത്തിബത്തലാഹുല്ലാഹു ബിൽഹുമിൽ ഉലമാ. ആലിമീങ്ങളെ തെറി പറയണത് കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആക്കിബത്ത് മോശമാണ്. നമ്മളെ ലക്ഷ്യം അതാണ്. ഇവർക്ക് ആക്കിബത്തും പ്രശ്നമല്ല, ഈമാനും ഇസ്ലാമും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അവരുടെ ലക്ഷ്യം മറ്റു പലതുമാണ്. ഒരാളെ വെറുത്തിട്ട് അയാൾ എന്ത് പറഞ്ഞു അതിനൊക്കെ എതിർക്കുക, അങ്ങനെയാണ്. അതിനെ വൈരാഗ്യം മൂത്തിട്ട് എല്ലാം നെഗറ്റീവായിട്ട് കാണുക. പോസിറ്റീവ് കാണാൻ അവരെ കൊണ്ട് കഴിയില്ല. കാരണം അവരുടെ ബ്രെയിനിൽ അങ്ങനെ നെഗറ്റീവുകൾ കയറിക്കഴിഞ്ഞു. കാരണം എന്താ വെച്ചാൽ പേരോട് ഉസ്താദ്, പൊന്മുള ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ ഇവരെ ചെയ്തികളെ നേരത്തെ മനസ്സിലാക്കി ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിട്ട് അതിൻ്റെ ദേഷ്യവും വൈരാഗ്യവും എന്ത് പറഞ്ഞാലും എതിർക്കുക എന്നൊരവസ്ഥയിലേക്ക് എത്തിയതാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ തകരാതിരിക്കാൻ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ പേരെടുത്ത് പറയാനോ ഒന്നുമില്ല. വ്യക്തിപരമായി ആരെയും അധിക്ഷേപിക്കുന്നില്ല. കാരണം അതിനുള്ള അർഹത എനിക്കില്ല. ഞാൻ തന്നെ മോശമാണ്. നമ്മൾ നന്നായിട്ട് വേണ്ടേ മറ്റുള്ളവരെ നന്നാക്കാൻ. ഞാൻ തന്നെ എൻ്റെ ഈമാൻ്റെ കാര്യത്തിൽ ചാറിലും വിഷമത്തിലുമാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ നല്ല യഖീനായ ഉറച്ച ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാ കഴിവിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. അതിൻ്റെ അപശബ്ദങ്ങളായി കേൾക്കുന്നതിനെ ഒരു ചെവിയിലൂടെ വിട്ട് മറ്റേ ചെവിയിലൂടെ തള്ളിക്കളയുക. കഴിയുന്നതും കേൾക്കാതിരിക്കാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീന് നല്ല നിലയിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനും അവസാന ശ്വാസം വരെ സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് നടത്താനും നമ്മളെല്ലാവരും തയ്യാറാവുക. മനസ്സിൽ ലിബറലിസം കയറി വരും. ഇങ്ങനത്തെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴാണ് ലിബറലിസം കയറി വരിക. ഉള്ള ആളുകൾ പോലും പലരും ഈമാൻ തന്നെ തെറിച്ചു പോകുന്ന, ഇവരുടെ ലക്ഷ്യം അതാണ്, ഈമാൻ നിന്ന് എല്ലാവരും തെറിച്ചു പോകണം. ഈമാൻ ഇല്ലാത്തൊരു വിഭാഗത്തെ വാർത്തെടുക്കലാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നമ്മളാരും ചെന്ന് പെട്ടുപോകരുത്, തല വെച്ച് കൊടുക്കരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തണം. അല്ലാഹു തആല നല്ലതൊക്കെ പറയാണ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ മാത്രം. ഞാനീ പറയുന്നത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. അതെൻ്റെ മനസ്സിൻ്റെ റബ്ബിനറിയാം. അൽ ഹുബ്ബുലില്ലാ വൽ ബുഗ്ദുലില്ലാ. ഒരാളെ വെറുക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ പൊരുത്തത്തിന് വേണ്ടി വെറുക്കുക. ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി സ്നേഹിക്കുക. ഇതാവണം ഒരു മുസ്ലിമിൻ്റെ ലക്ഷ്യം. മറ്റ് ഭൗതിക താല്പര്യങ്ങൾക്കോ മറ്റ് വല്ല ഭൗതിക പ്രശ്നങ്ങൾക്കോ വേണ്ടി ഒരാളെയും വെറുക്കാനോ ദേഷ്യപ്പെടാനോ നമുക്ക് പാടില്ല, അധികാരമില്ല. അത് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കുക. കുറച്ച് നീണ്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ നല്ലതൊക്കെ പറയാനും നല്ലത് ചെയ്യാനും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.